മ്യൂസിക്കൊക്കെ ഇട്ട് കഷ്ടപ്പെട്ട് ഒരു പച്ചമാങ്ങാടെ വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മെസ്സേജ് മുഴുവൻ വരുന്ന സുമി സംസാരിക്കുന്ന വീഡിയോ മതി, സുമി സംസാരിക്കുന്ന വീഡിയോ മതി എന്ന്. പിന്നെ സംസാരിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോയും കൂടെ എടുത്തിട്ട് അതിനെ ഒരു ലോങ് വീഡിയോയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഈ വീഡിയോ. വീഡിയോ എന്നുള്ള വേർഡിൻ്റെ എണ്ണം കുറഞ്ഞോയോ എന്നൊരു സംശയം. ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു റിഫ്രഷ്മെൻറ്റ് വേണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഞാനും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സ്ഥിരം സ്പോട്ടാണ് കേട്ടോ ഇത്. വള്ളിക്കാവിലുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാം, കറക്റ്റായിട്ട് അറിയാവുന്നതാണ്. നമ്മൾ നേരെ വള്ളിക്കാവ് റൂട്ടിലോട്ട് പോകുമ്പോൾ അമൃതപുരി ഉണ്ട്. അമൃതപുരിയുടെ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇതിന് ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാർത്തയായിരുന്നു കേട്ടോ. അമൃത സേതു എന്ന് അതിനെ അറിയപ്പെടുന്നത് നമ്മുടെ APJ അബ്ദുൽ കലാം അദ്ദേഹമായിരുന്നു അന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്തിരുന്നത്. അന്ന് ഭയങ്കര വാർത്തയായിരുന്നു. ഈ ഒരു പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അമൃതപുരി ബ്ലോക്കാണ് വരുന്നത്. അമൃതപുരി കെട്ടിടമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാണുന്നത് കടലാണ്. ആ കാണുന്ന റോഡ് നേരെ കണക്ട് ചെയ്ത് പോകുന്നത് പിന്നെ അഴീക്കൽ ബ്രിഡ്ജും ബീച്ചും ഒക്കെയാണ്. എന്തായാലും ഈ പാലം വഴി നമുക്ക് വണ്ടിയൊന്നും പോകാൻ പറ്റത്തില്ല. ഈ കായലിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ ഒരു റോഡ് വഴിയിട്ടാണ് ഞാൻ പറഞ്ഞ റൂട്ടിലോട്ട് പോകുന്നത്. 3:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പം അമൃത കോളേജിലെ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുൾ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങിയതാണ്. എന്നാലും താമസിച്ചു 4 മണിയാകുമ്പോഴത്തേക്ക് കോളേജ് വിടും. പിന്നെ പച്ചമാങ്ങയുടെ വീഡിയോ എടുക്കാനായിട്ട് സത്യത്തിൽ പോയതൊന്നുമല്ല, വെറുതെ വീട്ടിൽ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഒരു മാങ്ങയും കൂടെ എടുത്തിട്ട് വീഡിയോ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോഴേ മനസ്സിലായത് കായലിൽ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അഴുക്കും വന്ന് അടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കായലിലോട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പള്ളി കാണാം, ചെറിയൊരു പള്ളിയുണ്ട്. ഭയങ്കര കാമാണ് ഈ ഒരു പ്ലേസ് കേട്ടോ. ഇവിടെ ഒരു കൊടിമരവും ഉണ്ട്. ഈ കൊടിമരത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് മനസ്സിലായത്. അത് ഞാൻ പറയാം. അപ്പോൾ കറക്റ്റ് എക്സാക്റ്റ് ഈ ഒരു പ്ലേസിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് കായലിലോട്ട് കാലുവിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും കണ്ടോ. ഇവിടെ എല്ലാം ഫുൾ അഴുക്കായി വെള്ളം കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അതുകൊണ്ട് ഇറങ്ങിയതോ ഒന്നുമില്ല. ഇത്രയും വെള്ളം കാണാത്തത് കൊണ്ട് തന്നെ കായലിലോട്ട് കാലുവിട്ട് നല്ല കാറ്റും കൊണ്ട് മിക്കവാറും കൊച്ചു പിള്ളേരെയൊക്കെ നീന്തൽ പഠിപ്പിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവരും. ഭയങ്കര രസമാണ് കുഞ്ഞു പിള്ളേർ. അപ്പോൾ അതുമൊക്കെ കണ്ട് ഈ കടവത്ത് കുറേ ആൾക്കാരൊക്കെ കാണും. അവരെയൊക്കെ നോക്കി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും കാറ്റും കൊണ്ട്. ഭയങ്കര രസമാണത്. ഇന്ന് വന്നപ്പോൾ 2 ചേട്ടന്മാരുണ്ടായിരുന്നു. സാധാരണ മിക്കവാറും ആരെങ്കിലും ഒക്കെ കാണും, ഈ കടയിലെ ആരെങ്കിലും ഒക്കെ കാണാറുണ്ട്. ഭയങ്കര പിന്നെ ക്ലാരിറ്റി കറക്റ്റായിട്ട് കിട്ടിയില്ല. ഭയങ്കര ഗ്ലെയർ ആയിരുന്നു സൂര്യപ്രകാശത്തിന്. ഉച്ച കഴിഞ്ഞ് വന്നിട്ട് പിന്നെ സൂര്യൻ കാണില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇടയ്ക്കൂടി ഇങ്ങനെ അടിപൊളി ബോട്ടൊക്കെ പോകുന്ന സൗണ്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കാം. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങി. എനിക്ക് ഭയങ്കര പാടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത്. എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും ആരെടുത്ത് കഴിഞ്ഞാലും വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ ഭയങ്കര. അതുകൊണ്ട് ഫ്രണ്ട്സൊക്കെ ഭയങ്കരമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യും. ഞാൻ എടുത്തു കഴിഞ്ഞാൽ പോലും എനിക്കങ്ങനെ സാറ്റിസ്ഫൈഡ് ആവുന്നത് ഭയങ്കര കുറവാണ്. എത്ര വീഡിയോസ് എടുത്തു കഴിഞ്ഞാലും എനിക്കങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. ലാസ്റ്റ് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ബാക്കി ഇരുന്ന മാങ്ങ കുറേ എടുത്ത് പച്ചയ്ക്ക് തിന്നാൻ തുടങ്ങി. അങ്ങനെ ഓൾമോസ്റ്റ് കുറേ അധികം തീർന്നു. പിന്നെ ബാലൻസ് ഉള്ളതിനകത്ത് വെച്ചിട്ട് മാങ്ങയുടെ വീഡിയോ എടുത്തു. കുറേയൊക്കെ ഞാൻ തള്ളി കായലിൽ ഇട്ടു. ഭയങ്കര കാറ്റായിരുന്നു വീഡിയോ എടുക്കുന്ന സമയത്ത്. ഭയങ്കര കാറ്റായിരുന്നു. ഉള്ള ഉപ്പും മുളകും എല്ലാം ദേഹത്ത് വീണു. ഉപ്പങ്ങനെ വീണില്ല, മുളക് പൊടിയൊക്കെ കുറച്ചൊക്കെ പറന്നു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇതിപ്പോൾ കായലിലെ വെള്ളമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല, ഞാൻ അങ്ങനത്തെ പരിപാടി ചെയ്യത്തില്ല. ഇത് കായലിലെ വെള്ളമല്ല. അപ്പോൾ അപ്പുറത്തൊരു കടയുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച വെള്ളമാണ്. ഇതൊരു നൊസ്റ്റുമാണ്. പക്ഷേ സത്യത്തിൽ എനിക്കിതൊരു നൊസ്റ്റു അല്ല. കാരണം ഞാൻ മിക്കവാറും വീട്ടിൽ മാങ്ങ ഉമ്മക്കി കറക്കിടാൻ വേണ്ടി വാങ്ങിച്ചു വെക്കുന്ന എല്ലാം ഇങ്ങനെ വെട്ടിയെറിഞ്ഞ് തിന്നാറുണ്ട്. പിന്നെ മാങ്ങയുടെ ക്രെഡിറ്റ് ഗോസ് ടു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ചേച്ചിക്കാണ്. ചേച്ചി അവിടെ അച്ചാറിടാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതിനകത്തുനിന്ന് 2-3 എണ്ണം ഞങ്ങൾ പറക്കിക്കൊണ്ട് വന്നതാണ്. ചേച്ചി ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒരു ഷോട്ട് അങ്ങോട്ട് എടുക്കുക. പക്ഷേ ഈ ഷോട്ട് ശരിയായില്ല, കാരണം ക്ലാരിറ്റി ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ശരിയാണ്. അത്ര പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇതെല്ലാം കൂട്ടി ഒരു 2 എണ്ണം തിന്നിട്ട് ഓടാനായിരുന്നു വെപ്രാളം. പിന്നെ അവിടെ 2 ചേട്ടന്മാർ ഇരിപ്പുണ്ടായിരുന്നു, അവർക്ക് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു. ചായയുടെ കൂടെ നല്ല കടിയാ മതിയാ. പിന്നെ അത് കൊണ്ടുവന്ന് ആ കായലിൻ്റെ സൈഡിൽ ഇരുന്ന് ഞാൻ കഴിച്ചു. ഫ്രണ്ട് കഴിച്ചില്ല, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു. കാരണം ഇത് ഒരുവിധപ്പെട്ടവരൊന്നും കഴിക്കത്തില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, വയറിന് പണി. പിന്നെ എനിക്ക് അത്തരത്തിലുള്ള ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിരുന്ന് കഴിക്കാറുണ്ട്. ഒരു 5 സെക്കൻഡ് ഷോർട്ട് ക്ലിപ്പ് എടുത്തിട്ട് വീഡിയോക്കകത്ത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തെങ്കിലും എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫ് ചെയ്യാനും പറ്റുന്നില്ല. കൈ മുഴുവൻ മുളക് പൊടിയും, ഒരു കയ്യിൽ ഫോണും ഇരിക്കുകയാണ്. ലാസ്റ്റ് അവിടെ ഇടയ്ക്കൂടെ ഞാൻ ചേട്ടന്മാരെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാവം ചേട്ടനെ കഴിച്ചോളൂ. കാരണം നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിന് ചെറിയൊരു പ്രശ്നമൊക്കെ തോന്നി തുടങ്ങും. എനിക്ക് ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ കൂട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം ഇത് എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇതൊക്കെ കഴിക്കുന്നത്. പിന്നെ ആ ചേട്ടൻ്റെ ഫേസ് കാണിക്കാൻ കാരണം പുള്ളി എന്നോട് ചോദിച്ചായിരുന്നു വീഡിയോക്കകത്ത് വരുമോ, വീഡിയോ ഏതാണ്, എൻ്റെ യൂട്യൂബ് ചാനലും എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി കാണുമോ എന്തോ. ആകെ 1000 പേരാണ് നമ്മുടെ യൂട്യൂബിൽ കാണുന്നത്. ഇൻസ്റ്റാഗ്രാമിലാണ് ഒരുപാട് പേര് കാണുന്നുണ്ട്
ഉണ്ടെന്ന് പറയാം. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ അമൃതപുരിയുടെ കെട്ടിടവും ഈ ഒരു പള്ളിയും കാണിച്ചല്ലോ. വള്ളിക്കാലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കഥയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങളുടെ വ്യത്യാസമുണ്ട് എന്താണെന്നുണ്ടെങ്കിലും പറയാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു കൊടിമരം കായലല്ല കടലിൽ കൂടെ ഒഴുകി വന്ന് കിട്ടിയതാണെന്നാണ് പറഞ്ഞത്. 1945 കേട്ടോ ഈ പള്ളി പണിയുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു കൊടിമരവും കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അത് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 80 വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു മരത്തിന്. ഭയങ്കര ഒരു സംഭവമായിട്ടുണ്ടല്ലേ. ഇത് എന്ത് മരമാണെന്ന് ഒന്നും അറിയത്തില്ല. കടലിൽ ഒഴുകി വന്നതാണ്. അങ്ങനെ എടുത്തു കൊണ്ടുവന്ന് ഇവിടെ കൊടിമരമായിട്ട് അവർ ഉപയോഗിച്ചാണെന്നാണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഒരു ഞാൻ എപ്പോഴും സ്ഥിരം വരുന്നതാണ്, പക്ഷേ ആ ഒരു കഥ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1945 അന്നേരം തന്നെ കിട്ടിയതാണെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത്. അവിടെ പിന്നെ വരപ്പൊക്കെ നടപ്പുണ്ടായിരുന്നു. അകത്തോട്ടൊന്നും അങ്ങനെ കയറത്തില്ല. ജസ്റ്റ് ഇവിടെ നമുക്ക് പ്രവേശനം അങ്ങനെ കയറാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് അവിടെ വന്ന് ആ ഒരു വീഡിയോ മാത്രം എടുത്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇത് പിന്നെ ഞാനൊരു ഷോർട്ട് ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെറിയ ഷോർട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ എപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കുറേ ക്ലിപ്സൊക്കെ എടുക്കും. എന്നിട്ട് ഒന്നും ഞാൻ ആഡ് ചെയ്യത്തില്ല. ഇന്നിപ്പം ഒരു വീഡിയോ ഇടാൻ എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഇതും കൂടെ ആഡ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് ഇത് ഉപയോഗപ്പെട്ടു. അല്ലെങ്കിൽ എല്ലാം ഡിലീറ്റ് ചെയ്ത് ഇങ്ങനെ കളയും. ഭയങ്കര കാറ്റാണ്, നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഈവനിങ് വന്നിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് ഒട്ടും ഇരിക്കാനും പറ്റത്തില്ല. ഇതാണ് എൻ്റെ പരിപാടി. ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് പൊസിഷനിൽ കൊണ്ടു നിർത്തും. ഇവിടുന്ന് ഇങ്ങനെ ആംഗിളിൽ എടുത്തു തരണം അങ്ങനെയൊക്കെ. പിന്നെ തിരിച്ചു വരാൻ നേരത്ത് ഇവിടെ ബ്രേസ്ലെറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രേസ്ലെറ്റ്സ്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ഇറങ്ങി. പക്ഷേ ഞാൻ വില കേട്ട് ഞെട്ടിപ്പോയി. 450 രൂപ, 750 രൂപ എല്ലാം സ്റ്റാർട്ടിങ് 250 ആണെന്ന് കേട്ടപ്പോഴത്തേക്ക് അത്രയും വിലയൊന്നും ഇല്ല. വിദേശികളൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് വാങ്ങിക്കുന്നതാണെന്ന് തോന്നുന്നു. ബ്രേസ്ലെറ്റിനൊക്കെ 450 രൂപയുടെ സാധാ നമ്മുടെ ബ്രേസ്ലെറ്റ് 30, 50, 100 രൂപ മാക്സിമം നമ്മൾ കൊടുക്കുന്ന ബ്രേസ്ലെറ്റ്സ് ആണെല്ലാം. പല്ല് കയറാനോ വീഡിയോ എടുക്കാനായിട്ടോ ഒന്നും വന്നതല്ല. പിന്നെ ഈ വഴി പോയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇതിൻ്റെ കൂടെ വീഡിയോ എടുക്കാവുന്നത്. കാരണം ഇത് ഭയങ്കര ഫേമസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മാതാമൃതാനന്ദമയി. അപ്പോൾ അവർ ഇരിക്കുന്ന ഒരു പ്ലേസാണിത്. അപ്പോൾ അവിടെ നിന്നുള്ള പാലത്തിൽ നിന്നുള്ള ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു ചെറിയ ഷോട്ടാണ്. എന്തോ ഈ പറയുന്നത്. എന്തായാലും ഈ കടവുണ്ടല്ലോ, ഈ കടവിൽ കൂടെ ആയിരുന്നു വള്ളത്തിൽ പണ്ട് ആൾക്കാർ പോയിരുന്നത്. അതായത് ഈ കടവെന്ന് പറയുമ്പോൾ ഈ പുഴ ഉണ്ടല്ലോ, പുഴയല്ല കായൽ, ഈ കായലിൽ കൂടെയാണ് കൊണ്ടുവന്നത്. കടവെന്നാണ് ഒന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അമൃതപുരിയുടെ ആ ഒരു കെട്ടിടം കാണാം. ഇതിനകത്താണ് മാതാമൃതാനന്ദമയി അവരിയ്ക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇതിനകത്ത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പില്ലാതെ നടക്കുവാണെങ്കിൽ കാല് പൊള്ളുന്ന പാലമാണ് ഇത്. എൻ്റെ നടുക്കൂടെ നടക്കരുത്, ചെരുപ്പില്ലാതെ ഇപ്പുറത്തൂടെ അപ്പുറത്തൂടെ നടക്കാം. പിന്നെ ഇതിൻ്റെ പർപ്പസ് എന്തുമായിരിക്കും? എന്തായാലും ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നിട്ട് ഈ ഒരു SS കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും? ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയൂ. പിന്നെ ഞാൻ ഇടയ്ക്കൂടെ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കുറേയധികം കമൻറ്റ്സ് കണ്ടു. പക്ഷേ മെയിനായിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നത് ഇൻസ്റ്റഗ്രാമിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജസ് ഇന്ന് തുറന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ദിവസങ്ങൾ പറഞ്ഞിട്ട് 10 ദിവസമായി, 11 ദിവസമായി, 12 ദിവസമായി, അങ്ങനെ ഓരോ ദിവസങ്ങളുടെ എണ്ണം പറഞ്ഞു വരെ ഒരുപാട് മെസ്സേജസ് കണ്ടു. ഞാൻ എല്ലാത്തിനും എനിക്ക് പറ്റുന്നതിനെല്ലാം ഞാൻ റിപ്ലൈയും കൊടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷം അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്. കാരണം നമ്മൾ ഇതുവരെയും നമുക്ക് വലിയൊരു ഫാമിലി അങ്ങനെയൊന്നും ഇല്ല. കുറച്ച് ഫ്രണ്ട്സ്, എനിക്ക് ഭയങ്കര ഫ്രണ്ട്സൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അത്രയൊരു ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ഉള്ള ഒരിടത്ത് നിന്നും എന്നെ തിരക്കാൻ ഇത്രയും അധികം ആൾക്കാരുണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വലിയൊരു സംഭവമാണ്. അപ്പോൾ എന്നെ കാണാതാവുമ്പം തിരക്കാനും ഇപ്പോൾ ആൾക്കാരുണ്ട് എന്ന് എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, ഭയങ്കര സന്തോഷത്തോടെ പറയാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര താങ്ക് യു. നിങ്ങളെ കൂടുതൽ ചിരിപ്പിക്കാനായിട്ടും സന്തോഷിപ്പിക്കാനായിട്ടും എൻ്റെ ഒരു വീഡിയോ കഴിയുന്നുണ്ടെങ്കിൽ അതേ വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.